എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിഹിതവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ് വർഷങ്ങളായി റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളിൽ മാറ്റം വരുന്നതിനെ കുറിച്ചാണ്. സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും സൗജന്യമായാണ് നൽകി വരുന്നത്. സൗജന്യമായി നൽകി വരുന്ന ഗോതമ്പിന്റെ ഒരു വിഹിതം സംസ്ഥാനത്ത് മില്ലുകൾക്ക് നൽകി ആട്ടയാക്കിയാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് നൽകി വരുന്നത്. ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കുന്നതിനുള്ള മില്ലുകാർക്കുള്ള ചാർജായിട്ട് ആട്ടയ്ക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ കയ്യിൽ നിന്നും തുകയും ഈടാക്കുന്നുണ്ട്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിലെ 3 കിലോഗ്രാം ഗോതമ്പ് സൗജന്യമായും 1 കിലോഗ്രാമിന്റെ 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലുമാണ് നൽകി വരുന്നത്. എന്നാൽ മില്ലുടമകളുടെ ആവശ്യത്തിന് വഴങ്ങി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ഗോതമ്പിന് പകരം ആട്ട നൽകുന്നതിന്റെ തോത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ്. നിലവിലെ 2 പാക്കറ്റിന് പകരം മഞ്ഞ കാർഡുകാർക്ക് ഇനി മുതൽ 3 പാക്കറ്റ് ആട്ട വിതരണം ചെയ്യുന്നതാണ്. ഇതോടെ സൗജന്യമായി ലഭിക്കുന്ന 3 കിലോ ഗോതമ്പ് 2 കിലോ ആയിട്ട് കുറയുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിൽ ഓരോ അംഗത്തിനും 1 കിലോ ഗോതമ്പാണ് സൗജന്യമായിട്ട് നൽകി വരുന്നത്. പിങ്ക് കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് നൽകി വരുന്നത്. നിലവിലെ 3 പാക്കറ്റ് ആട്ട എന്നത് 4 പാക്കറ്റ് ആട്ട ആക്കുവാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിങ്ക് കാർഡിൽ 4 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ നിലവിൽ 1 കിലോ ഗോതമ്പ് സൗജന്യമായിട്ടും 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും വിതരണം ചെയ്തിരുന്നു. ഇനി മുതൽ 4 അംഗങ്ങൾക്കും ആട്ട തന്നെ ലഭിക്കുന്നതാണ്. 4-ൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ 1 കിലോ ഗോതമ്പും ബാക്കി ആട്ടയും ലഭിക്കുന്നതാണ്. 2020 മുതലാണ് ഗോതമ്പിന് പകരം കൂടുതലായിട്ട് ആട്ട നൽകുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയത്. 2023 മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന ആട്ടയുടെ വിലയിൽ കിലോഗ്രാമിന് 1 രൂപ വീതം വർധനവും വരുത്തിയിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്കുവാനുള്ള ചിലവിനത്തിലാണ് ആട്ടയ്ക്ക് കാർഡ് ഉടമയ്ക്ക് വില നൽകേണ്ടി വരുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഗോതമ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മില്ലുകൾക്ക് നൽകി പൊടിച്ചാണ് ആട്ടയാക്കുന്നത്. ഗോതമ്പിനെ അപേക്ഷിച്ച് ആട്ടയ്ക്ക് ആവശ്യക്കാർ കുറവാണ് എന്നത് യാഥാർത്ഥ്യമാണ്. നീല വെള്ള കാർഡുകാർക്ക് നിലവിൽ ഗോതമ്പോ ആട്ടയോ നൽകുന്നില്ല. എന്നാൽ നാളുകളായിട്ട് നിർത്തിവച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം പുനരാരംഭിക്കുവാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ 50 ലക്ഷത്തിലേറെ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. നീല വെള്ള കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. ജൂൺ മുതൽ ഇത് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. മഞ്ഞ പിങ്ക് കാർഡുകാർക്കും മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. മെയ് 6-ാം തീയതി മുതൽ ആരംഭിച്ച ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടക്കുകയാണ്. മഞ്ഞ കാർഡുകാർക്ക് മെയ് മാസത്തിൽ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. സൗജന്യമായി ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 3 കിലോ കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതവും കാർഡിന് 3 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. വെള്ള കാർഡിന് 6 കിലോ അരിയാണ് ഈ മാസം ലഭിക്കുന്നത്. അവസാന ദിനങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ പരമാവധി നേരത്തെ തന്നെ റേഷൻ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.